സല്യൂട്ട് ഭാരത്. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകനും അധ്യാപകനുമായ ഫക്രുദ്ദീൻ അലിയാണ്. സ്വാഗതം. നമ്മുടെ ഈ തെരഞ്ഞെടുപ്പിന് ഒരു 10 വർഷം ഭരിച്ച ഒരു സർക്കാരിൻ്റെ പ്രോഗ്രസ് റിപ്പോർട്ടുമായിട്ടാണ് LDF സർക്കാർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. പ്രതിപക്ഷത്തിനും പറയാൻ ന്യായീകരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പൊതുവെ ഒരു ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് പരിശോധിക്കുമ്പോൾ അവസാന ലാപ്പിലുണ്ടായ ചില സംഗതികൾ, ചില പ്രചാരണ വിഷയങ്ങൾ, അതൊക്കെയായിരിക്കും ആളുകളുടെ ഇടയിൽ വോട്ടർമാരെ സ്വാധീനിക്കുക. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ നിരീക്ഷണത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ കൃത്യമായി സ്വാധീനിച്ച അവസാന നിമിഷമുണ്ടായ ആ മാറിമറിയലുകൾ എന്തൊക്കെയായിരിക്കും? അത് ഏത് തരത്തിൽ ഇലക്ഷൻ റിസൾട്ടിനെ ബാധിക്കും? ഏതാണ് സ്വാധീനിച്ചതെന്നൊക്കെ പറയുന്നത് വളരെ ഇമ്മച്ചുവർ ആയിരിക്കും. ജനങ്ങളെ ഞാൻ ചിന്തിക്കുന്നത് പോലെ അല്ല നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ എല്ലാ സമയത്തും ചിന്തിച്ചിരുന്നത് ഒരു മിഡിൽ ക്ലാസ് കേരള പെർസ്പെക്റ്റീവ്. എന്തായിരുന്നു നമ്മുടെ പ്രോബ്ലം? ഒടുക്കത്തെ ഹർത്താല് സുരേഷ് ഗോപി പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര സുരേഷ് ഗോപി ഫാനായതുകൊണ്ട് ഇവര് മാറി വരും. എന്നാല് ഇപ്പൊ LDF വരുന്ന സമയത്തിന്റെ വലിയ പ്രൊജക്ടുകളൊക്കെ അവരോട് സിസ്റ്റമാറ്റിക്കായി നടപ്പിലാക്കും. UDF ഉണ്ടാകുന്ന ലീഡറൊക്കെ ആണെങ്കിൽ ലീഡർ ഉമ്മൻചാണ്ടി സാർ വലിയ പ്രൊജക്ടുകൾ കൊണ്ടുപോകും. പക്ഷെ അവരുടെ ഭരണത്തിന് ഗുമ്മ ഫീൽ ചെയ്യില്ല. ഇവരുടെ ഈ പറയുന്നത് പോലെയുള്ള ഇവരുടെ തമ്മിലുള്ള അടി, കോൺഗ്രസിന്റെ അടി, ലീഗിന്റെ ഇടപെടൽ, പിന്നെ ഈ കേരള കോൺഗ്രസിന്റെ ഇവരുള്ളതുകൊണ്ട് മാനസിക കാര്യം നടത്തിയത് ഒച്ചപ്പാടൊന്നുണ്ടാക്കി. അപ്പൊ നമുക്ക് ഒരുപാട് CPM ഈ തെരുവ് പിടിച്ചടക്കി കളയും. അപ്പൊ അവരെ സംബന്ധിച്ച് അവരെന്തെങ്കിലും ചെയ്താൽ പോലും ലീഡർ നെടുമ്പാശ്ശേരി മാർത്താവളം ഉണ്ടാക്കിയിട്ട് ലീഡറിനത് മാർക്കറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കോൺഗ്രസിന് കേരളത്തിനും പിന്നെ കേരളത്തിലൊക്കെ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവർക്ക് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇല്ല. അവരെ ഏതെങ്കിലും വലിയ ഈ PR കമ്പനികൾ, പിണറായി വിജയനെ PR എന്ന് കളിയാക്കുന്നുണ്ടല്ലോ മോഡിയെ, ഇവരാണി തുടങ്ങി വെച്ചു. പിണറായി വിജയനും മോഡി PR ചെയ്താലുള്ള ഗുണമെന്ന് വെച്ചാൽ അവർക്ക് ഈ PR അവർക്ക് അവരെ സഹായിച്ചാൽ മതി. കാരണം അവർക്ക് റീച്ചില്ലാതെ മിഡിൽ ക്ലാസിന്റെ ഇടയിലെത്താൻ അവരുടെ ഓരോ സഖാവും ഒരു PR ആണ്. അതാണ്. അതുപോലെ തന്നെ ഓരോ സംഘപ്രവർത്തകനും RSS വിചാരിച്ചല്ല അത് പിന്നെ നിങ്ങൾ അടിവരണം. RSS അങ്ങനെ എളുപ്പം നമ്മൾ വിചാരിക്കുന്ന ഒരു സംഘടനയല്ല. BJP ഒരുവയ്ക്ക് RSS പല ചിന്തിക്കുന്നതാണ്. RSS BJP അറിയുന്നവർക്കറിയാം. എല്ലാത്തിനും വിചാരിക്കും രണ്ടു ഒന്നാണ്. RSS വിചാരിച്ച അവർക്ക് ഓരോരോ അവരുടെ അവരുടെ പിന്നെ പ്രവർത്തകൻ 1 or 2 PR ഏജൻസി അത് മോഡി വളരെ നന്നായി ചെയ്യുന്നു. അപ്പൊ പൊതുവെ കോൺഗ്രസ് ഭരിക്കുമ്പോ നമുക്ക് പക്ഷെ ഒരു ബൂം ഉണ്ടാവില്ല. പിണറായി വിജയൻ PS ഭരിക്കുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അവര് PR ശ്രദ്ധിക്കാത്തതുകൊണ്ട് PS സമയത്ത് നല്ല കാര്യം ചെയ്തിട്ട് പോലും ഒരു ജനങ്ങളുടെ ഇടയിൽ അത് ചർച്ച ആയിരുന്നില്ല. ഈ ചാനലുകളൊക്കെ തന്നെ ഈ പറയുന്നത് അത് എപ്പോഴും ആ സമയത്തൊക്കെ തന്നെ നല്ല മിനിസ്റ്റർമാർ സമയത്തായിരുന്നു. സമരം കരീമ, ഈ പറഞ്ഞ CPIയുടെ നേതാക്കന്മാര്, ഇവയുടെ മംഗോപ രാധാകൃഷ്ണൻ പോലെയുള്ള എല്ലാം ഞാൻ പറയുന്നില്ല, അങ്ങനെ മികച്ചൊരു ടീം അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും മീഡിയ വളരെ ഹോസ്റ്റൈലായിരുന്നു. ഇപ്പം പിണറായി എന്താ ചെയ്തതെന്ന് വെച്ചാല് പിണറായി ഫസ്റ്റ് ടൈമിന് മീഡിയ ഹോസ്റ്റൈൽ ആയിരുന്നില്ല. ഫ്രണ്ട്ലി ടു പിണറായിയുടെ ഒരു ക്രൈസിസ് മാനേജ്മെന്റ് ഒക്കെ മീഡിയക്ക് ഇഷ്ടം. പിണറായി പേഴ്സണലി ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ക്രൈസിസ് മാനേജ്മെന്റ് മീഡിയക്ക് ഇഷ്ടമായിരുന്നു. ഈ ഒരു സന്ദർഭത്തിൽ ഈ വർഷം മീഡിയ കംപ്ലീറ്റ്ലി ആന്റി പിണറായി, ആന്റി LDF ആണ്. അങ്ങനെ ചർച്ചയൊക്കെ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. അത് പലപ്പോഴും ഈ പറയുന്നതിനെ പോലെ ചില കുട്ടി സഖാക്കൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അഹങ്കാരം, ഇതൊക്കെ കൊണ്ടാണ് ഒരു ഘടകം. അവർക്ക് ഏതെങ്കിലും സാധനത്തോ നമ്മളിപ്പോ ട്രഡീഷണൽ മീഡിയ ഉണ്ട്, ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ, ഇവരങ്ങനെ ആരെയും പൈസ മേടിച്ചൊന്നും ചെയ്യുന്ന ആളല്ല. ഈ ന്യൂ ജനറേഷൻ ചാനലുകളെ പറ്റി എന്നോട് ചോദിക്കരുത്, പക്ഷെ അവരങ്ങനെ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ജനങ്ങളെ, എസ്പെഷ്യലി ഏഷ്യാനെറ്റിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഒരു സെൻസാണ് അവർ റിഫ്ലക്ട് ചെയ്യുന്നത്. അതായത് അജി സന്തോഷകൻ അവരെ ഇതിനൊക്കെ എടുത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ പങ്കെടുത്ത ചർച്ചയിൽ ഞാൻ അത്ഭുതപ്പെട്ടില്ല എങ്ങനെ നടക്കുന്നു. എന്നോട് മുമ്പരിക്കുന്ന ഇടപെടാണ്, നമ്മളെ ഫീറാണ്, അതാണ് നോക്കുന്നത്. അപ്പൊ അങ്ങനെ ഹോസ്റ്റൈലായിരുന്നു. എങ്കിൽ പോലും അവരുടെ പ്രചാരണം വളരെ സിസ്റ്റമാറ്റിക് ആയി നടത്തി. മാത്രമല്ല ഇവിടെ ഒരുപാട് കടക്കെ കൂടിയിട്ടുണ്ട്. അത് സത്യമാണ്. കട സ്വാഭാവികമായിട്ട് എല്ലാവരും ഒരിക്കലും ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. കട ഇല്ലാതാക്കിയത് പിന്നെ BS സമയത്തായിരുന്നു. അത് ഉമ്മൻചാണ്ടി സാധനം പിന്നെയും 1 കോടി കടത്ത് തുടങ്ങി. പിണറായി 1 കോടി കടപ്പ് 6 കോടിയായി. ഈ കടം മേടിക്കുന്നത് റിഫ്ലക്ട് ചെയ്യുന്നത് റോഡുകൾ നന്നാവുന്നുണ്ട്, സ്കൂളുകൾ, ആശുപത്രികൾ നന്നാവുന്നുണ്ട്. അപ്പം നമ്മൾ ചോദിക്കുമ്പോൾ ആശുപത്രികൾ നന്നാവുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, പ്രശ്നമില്ലാത്ത സ്ഥലങ്ങളുണ്ട്. പക്ഷെ മുമ്പത്തെ അപേക്ഷിച്ച് ഭേദപ്പെട്ട ഒരവസ്ഥയുണ്ട്. മരുന്നുകളുണ്ട്, മറ്റേ സ്റ്റോറുകൾ കുഴപ്പമില്ല. പക്ഷെ മാത്രമല്ല ഇത് ജനങ്ങൾ എത്തിക്കാൻ പിണറായി നല്ലൊരു നെറ്റ്വർക്ക് ഉണ്ട്, ചർച്ചയാക്കി. അപ്പൊ അങ്ങനെ മിഡിൽ ക്ലാസിന്റെ പെർസ്പെക്റ്റീവ് അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടത് SFIക്കാർ ചൊറച്ചിലൊക്കെ ഉണ്ടാവും. CITക്കാർ ഇപ്പം ചൊറച്ചിൽ എത്തിയിട്ടുണ്ട്. SFI DYFI ആണ് ചൊറച്ചിൽ കൂടുതൽ.
അതുണ്ടെങ്കിൽ പോലും നാളെ നമ്മുടെ ലൈഫിന് വലിയ പ്രശ്നം തൊഴിഞ്ഞു കൊണ്ടാൻ പറ്റിയ ആരാന്ന് നോക്കി കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തില് ഇലക്ഷന്റെ മുമ്പേ ഞാൻ അങ്ങനെ വന്നു. നിലവിലെ സാഹചര്യത്തില് അത് LDF തന്നെയാണ്. അവരെങ്ങനെയൊക്കെ ഒന്ന് മാനേജ് ചെയ്യുന്നത്. ഒരു സാമ്പത്തിക ദിവസം ഇതായിട്ട് പോലും അത് മോഡിയായിട്ട് എന്ത് വന്നാന്ന് എനിക്കറിയില്ല. അവരത് നല്ല രീതിയിൽ മാനേജ് ചെയ്തത്. അപ്പൊ കോൺഗ്രസ് വന്നാൽ ഇത് അങ്ങനെ ആവണമെന്നില്ല. അപ്പൊ മിഡിൽ ക്ലാസ് ചിന്തിക്കാന്ന് വെച്ചാൽ അവർക്ക് മിഡിൽ ക്ലാസിന് അവരുടെ നിലനിൽപ്പാണ്. അല്ലാതെ പണ്ടത്തെ പോലെ ഒരു പബ്ലിക് പൊതുവായിട്ടുള്ള ഇഷ്യൂനെ പുറത്ത് ഇത് അത് എന്റെ പ്രശ്നമെന്ന് വിചാരിച്ച് പ്രതികരിക്കുന്ന മലയാളി ഇപ്പൊ അല്ലാതെ ഞാൻ കണ്ടു. അങ്ങനെയാണെങ്കിൽ സിദ്ധാർത്ഥിന്റെയും ജിഷ്ണു പിണറായിയുടെയും ഇപ്പം മരിച്ച ആ കുട്ടി ഉണ്ടല്ലോ അഞ്ചരക്കണ്ടി, അതെ. അവരുടെയൊക്കെ ആത്മാവ് ഗതി കിട്ടാതെ നടക്കില്ലായിരുന്നു പണ്ടത്തെ കേരളമായിരുന്നു. ഇപ്പൊ എനിക്കെന്താ പ്രശ്നം വന്നാൽ മാത്രമേ ഇടപെടൂ. അപ്പൊ നിങ്ങളോട് ആരും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ആ രീതിയിലുള്ള ഒരു മലയാളിയാണ്. അപ്പൊ ആ മലയാളിയെ സംബന്ധിച്ചിടത്തോളം പെർഫോമൻസ് ബേസ്ഡ് ആകാൻ വോട്ട് ചെയ്യുമ്പോൾ LDFനാണ് മുൻതൂക്കം എന്നാണ് ഞാൻ ഇലക്ഷൻ മുമ്പ് കരുതിയത്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ മണ്ഡല പുനർനിർണ്ണയം 2011 വോട്ട് നടത്തിയ സമയത്ത് കോൺഗ്രസ് സ്ഥിരം ചായ അടിക്കാൻ രണ്ടുപേരും അത് ചായയൊക്കെ പിടിച്ച് ഇലക്ഷൻ കമ്മീഷനുള്ള ESനോട് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു പോകുന്നു. CPM വരെ സുഖം നിങ്ങൾക്ക് അറിയാം. അവർ ഓരോ വീടും കണക്കാക്കിയിട്ടാണ് ഈ മണ്ഡല പുനർനിർണ്ണയം നടത്തുന്നത്. മണ്ഡല പുനർനിർണ്ണയം വരുമെന്ന് പറഞ്ഞാൽ അവരിപ്പം കമ്മിറ്റി ഇടും 2 വർഷം കഴിഞ്ഞിട്ടായിരിക്കും. ഓരോ വീടും കണക്കാക്കി അവർ വലിച്ചുണ്ട്. അതുകൊണ്ടാണ് 2000 ESന്റെ സമയത്ത് തുടർന്ന് കിട്ടായത്. CPMന് വേണ്ടാന്നുള്ളത് കൊണ്ട് അവർ വന്നില്ല എന്നുള്ളത്. അല്ല അന്ന് വരെയായിരുന്നു. ഗവൺമെന്റ് നന്നായിരുന്നു. മണ്ഡല പുനഃക്രമീകരണം CPMന് അനുകൂലമായ രീതിയിലായിരുന്നു. അപ്പം അത് മാത്രമല്ല ഉമ്മൻചാണ്ടി സാർ വേറൊരു കാര്യം ചെയ്തു. എല്ലാ MLA-മാർക്കും 3 കോടി മറ്റേ ഫണ്ട് കൊടുത്തു. MLA ഉണ്ടാവും, MLA അത്യാവശ്യത്തിൽ വന്ന് പോകുന്നല്ല കാര്യത്തിൽ ചെയ്യാറുണ്ട്. ഈ 3 കോടി ഫണ്ട് കിട്ടിയപ്പോൾ CPMന്റെ പ്രശ്നം വെച്ചാൽ അത് അവരങ്ങനെ വീങ്ങാൻ സമയം വീങ്ങുകയാണെങ്കിൽ അവർക്ക് പണി ചെയ്തിട്ടേ വീങ്ങാൻ പറ്റും. അത് അവർ ഉറപ്പ് വരുന്നു അവരുടെ സിസ്റ്റം. അപ്പം MLA-മാര് ഗ്രാമങ്ങളൊക്കെ പോയിട്ട് അവര് പ്രസൻസ് മാത്രമല്ല കാര്യങ്ങൾ ചെയ്തു. എന്റെ ഫണ്ട് MLA ഉണ്ടായി. അങ്ങനെ കേരളത്തിൽ ഏറ്റവും വലിയ മണ്ഡലം അതാവും. അങ്ങനെ ആ പട്ടിക്കാട്ടിൽ റോഡ് വരെ ഒക്കെ ചെയ്ത് ഇവരുടെ അക്കൗണ്ടുകളാണ്. CPMന്റെ MLA-മാരുടെ അക്കൗണ്ടുകളാണ് കൃത്യമായിട്ട് ലേഖൻസ് ഒക്കെ കിട്ടിയില്ല. അപ്പൊ അതൊക്കെ അപ്പൊ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് സ്ട്രാറ്റജിക്കലായിട്ട് നോക്കുമ്പോൾ ഒന്ന് മണ്ഡല പുനർനിർണ്ണയത്തിൽ CPMന് അനുകൂലമാണ് നിലവിലെ സാഹചര്യത്തിൽ. പിന്നെ പറഞ്ഞതുപോലെ MLA-മാരുടെ പ്രസൻസ് ഇതൊക്കെ കൊണ്ട് അവർക്ക് എഡ്ജ് ഇലക്ഷന് മുമ്പേ ഞാൻ കണ്ടതാണ്. പക്ഷെ ഈ ഇലക്ഷൻ സമയത്ത് ചൂട് പിടിച്ചപ്പോൾ നമ്മൾ കണ്ടതെന്ന് വെച്ചാല് ഇടയ്ക്കൊന്ന് LDF പ്രചരണ രംഗത്ത് ഡിഫൻസീവ് ആയോ എന്ന് എനിക്ക് സംശയം. പക്ഷെ റിസൾട്ടിനൊക്കെ വരുന്നത് രണ്ടാമത്തത്. പ്രചരണ രംഗത്ത് എനിക്ക് സ്കോർ ചെയ്ത് അവസാന ഘട്ടത്തിൽ UDF ആണ്. പ്രധാനമായിട്ട് വൈക്കത്തെ കർഷകന്റെ ആത്മഹത്യ. ഈ CPI-ക്കാർ ആത്മഹത്യ ചെയ്യുന്ന ആളുകൾ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. കൊല്ലത്തൊരാൾ ആത്മഹത്യ ചെയ്തിരുന്നു. ഇവര് ഈ പറഞ്ഞ തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിൽ കൂട്ടിപ്പിച്ചിരുന്നു. ഹോട്ടലിന്റെ മൊരാളി ഒരു വൈക്കിയായി. ഇപ്പൊ ഹോട്ടലിൽ തുറന്നിട്ടുണ്ട്. അങ്ങനെ പലതുണ്ട്. CPI-ക്കാർ ഈ പറഞ്ഞ എന്താ ആളിനെ വിപ്ലവം വെച്ച് കൂടുതൽ എന്നൊക്കെയുള്ള സാധനം CPM-മാർക്ക് കിട്ടും. അപ്പൊ ആ ആത്മഹത്യ പിന്നെ ഈ കൃഷ്ണൻകുട്ടി ചേട്ടന്റെ വെളിപ്പെടുത്തൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ. അപ്പൊ അതിന്റെ ആധികാരികതയൊക്കെ വേറെ കാര്യം. പക്ഷെ അത് ആ സമയത്ത് ആ വിഷയം മുൻ തെരഞ്ഞെടുപ്പുകളിലും അത്ര ഏശിയിട്ടില്ല. അത് ഈ തെരഞ്ഞെടുപ്പിൽ അത്ര സ്വാധീനിക്കും. അല്ല ഞാൻ പറയുന്നത് വെച്ചാൽ ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ്. ടൈമിംഗ് വളരെ ഇമ്പോർട്ടന്റ്. ഇലക്ഷൻ 2 ദിവസം മുമ്പ്, ഇലക്ഷന് 2 ദിവസം 3 ദിവസം പോകാൻ മൊത്തം ആന്റി എൽഡിക്കും. കോൺഗ്രസ് വലിയ രീതിയിൽ ആ കനകോലും സതീശനും കൂടി ഓർക്കസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഗോവിന്ദൻ മാഷ് മാറി നിന്നു എന്ന് പറഞ്ഞ പോലെ അത് കോൺഗ്രസ്സുകാർ കൊണ്ടുപോയി. ഗോവിന്ദൻ മാഷ് മാറി നിന്നോ അത് എനിക്കറിയില്ല സംഭവം. ഏതായാലും അതൊരു ഘടകമാണ്. സ്വരാജ് പത്രസമ്മേളനം നടത്തിയാല് ആളുകളൊക്കെ കൂടും, വ്യൂസ് ഒക്കെ കൂടും. പക്ഷെ പാർട്ടിക്കാരായിരിക്കും. നമ്മൾ പാർട്ടിക്കാരെ വോട്ടല്ലല്ലോ വേണ്ടത്, പുറത്തുള്ള ആളുകൾ വോട്ട്. അപ്പൊ ഇത് ക്യാപ്റ്റൻ തന്നെ ഫീൽഡ് മാർഷൽ ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഫീൽഡ് മാർഷൽ എന്ന് പറയുമ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞിരിക്കുന്ന പ്രശ്നം ഇപ്പൊ ഡിഫൻസീവ് ആണോ എന്ന് നാട്ടിൽ ആത്മവിശ്വാസം അല്ലാതെ ഫീൽ അത് ഉണ്ടാക്കിയത്. പിന്നെ ഗോവിന്ദൻ മാഷെ പറ്റിയാണ്. ഗോവിന്ദൻ മാഷ് ഒരു ശുദ്ധൻ, ഒരു ബുദ്ധിജീവി എന്നൊക്കെ ഒരുപാട് പാവം, അങ്ങനെ ഒരു ദേഷ്യം ആളുകൾക്ക്. അതേപോലെ ഗോവിന്ദൻ മാഷ് വെപ്പിക്കാൻ പോയി. അത് അങ്ങനെ അപ്പൊ നായനാരെ കൊണ്ട് നടന്നവരാണ് ഗോവിന്ദൻ മാഷെ പറ്റി പറയുന്നത്. നായനാർ നല്ല വായനയുള്ളതാണ്. ഗോവിന്ദൻ മാഷ് വായനയുള്ളൂ. ഗോവിന്ദൻ മാഷ് വാദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ കോൺഗ്രസ്സുകാരുടെ ഈ മലയാളിക്ക് ഇപ്പൊ ഇങ്ങനെ പണിയെടുക്കാതെ കഴിക്കാൻ ഭയങ്കര താല്പര്യമാണ്. തമിഴ്നാട്ടിലൊക്കെ നമ്മൾ ഈ കുട്ടികൾക്ക് കമ്പ്യൂട്ടറും സൈക്കിളും ഒക്കെ കൊടുക്കുമ്പോൾ നമ്മൾ കിട്ടിയില്ല എന്ന് ഭയങ്കര പ്രശ്നമാണ് നമ്മുടെ മിഡിൽ ക്ലാസ്സിന്. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസ് മൊത്തം ഇതാണ്. അങ്ങനെ ഈ സ്ത്രീകൾക്കൊക്കെ സൗജന്യ യാത്രയെ KSRTC ഇങ്ങനെ പോകുന്നൊക്കെ പഠിച്ചോണം അവർ കൊടുക്കും. പക്ഷെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം യുക്തമാണ് അവരുടെ പരസ്യവും കൊള്ളായിരുന്നു. കഴിഞ്ഞ CPM-ന് പഠിച്ച UDF-ന് പഠിച്ചാണ് സ്കോർ ചെയ്തിട്ടുള്ളത്. പിന്നെ BJP ആണ് പരസ്യ രംഗത്ത് പൊട്ടിപ്പോയത്. കാരണം ഇവർക്ക് കേരളത്തിലെ സാഹചര്യം മനസ്സിലായിട്ടില്ല. അപ്പം
BJP പരസ്യം മൊത്തം എന്താണ് എന്തോ കാലഘട്ടത്തിൽ പണ്ടത്തെ കേരളത്തെ അഡ്രസ് ചെയ്യുന്ന പരസ്യം. CPM കോൺഗ്രസ് നന്നായി പരസ്യം ചെയ്തു. അപ്പം ഈ ഒരു സാഹചര്യം വന്നതുകൊണ്ട് പിന്നെ ഈ വോട്ടിംഗ് പെർസെന്റേജിലല്ല ഈ പണ്ടത്തെ കഴിഞ്ഞ വർഷത്തെ അതേ പെർസെന്റേജ് തന്നെ ഏതാണ്ട് നിന്നിട്ടുണ്ട്. നമ്മള് SIR മാറ്റി നിർത്തി കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ ജനങ്ങള് ഈ കേരളത്തെ വീണ്ടെടുത്ത പരശുരാമനും അതുപോലെ അന്നം തരുന്ന മഹാബലിക്കൊക്കെ വോട്ട് ചെയ്യാൻ വേണ്ടി മലയാളി ടേൺ ഔട്ട് ചെയ്തായിരുന്നു. ഇത്തവണ എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു സാധനമില്ല, അങ്ങനെ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ഒരു സാധനം. അപ്പൊ ഈ മലയാളി എന്തിനാണ് വോട്ട് ചെയ്യാൻ പോകുന്നത്? പിന്നെ ഞങ്ങളെ ഈ മലബാറിലൊക്കെയുള്ള മൈനോറിറ്റി ഏരിയയിൽ ഹെവി വോട്ടിങ്. നിങ്ങളത് പണ്ട് നമ്മൾ വോട്ട് ചെയ്യാൻ സമ്മതിക്കാതിരുന്നു. എന്റെ അമ്മയൊക്കെ വോട്ട് ചെയ്യാൻ പോയി. ഇപ്പൊ എന്ന് വെച്ചാല് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ട് നമ്മളെ പെണ്ണുങ്ങൾ 8 മണി 9 മണി വരെ വോട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോ ഈ നിലവിലുള്ള സാഹചര്യത്തിൽ CPM എന്തോ ഒരു മൈനോറിറ്റി വിരുദ്ധ പാർട്ടി എന്നൊക്കെ ഉള്ള ഒരു സാധനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വർക്കൗട്ട് ആയിട്ടുണ്ടോ എനിക്കറിയില്ല. CPM ഉള്ളതുകൊണ്ടാണ് മൈനോറിറ്റീസ് ഇവിടെ നിൽക്കാൻ പറ്റുന്നത്. ഇപ്പൊ നിലവില് ഈ പ്രീ പോൾ സർവേകള് വലിയ രീതിയിൽ ഈ ഇലക്ഷന്റെ സ്വഭാവത്തെ തന്നെ സ്വാധീനിക്കാൻ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഈ പ്രീ പോൾ സർവേകളെല്ലാം വന്നത് പല പല സാധ്യതകളാണ്. ചിലര് LDFന്റെ ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന് പറയുന്നു, ചിലര് ഒരു UDFന്റെ ഒരു ക്ലീൻ സ്വീപ്പ് ഉണ്ടാകുമെന്ന് ചിലർ പറഞ്ഞു, പിന്നെ ഒരു തൂക്ക് സഭയുടെ സാധ്യതയും പറഞ്ഞു. വാസ്തവത്തിൽ ഇതെല്ലാം തന്നെ കേരളത്തിലെ വോട്ടർമാരെ വലുതായിട്ട് കൺഫ്യൂസ് ആക്കിയിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ഇലക്ഷൻ റിസൾട്ടിൽ എങ്ങനെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും? ഏഷ്യാനെറ്റ് സമയം നടത്തിയില്ലല്ലോ. പിന്നെ അതിന് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. ഏഷ്യാനെറ്റ് മനോരമ 2016 അവര് 2011 പഞ്ചായത്ത് ഇലക്ഷൻ കഴിഞ്ഞ് എല്ലാവരും UDF വരുമെന്നാണ് അവര് പറഞ്ഞത് LDF ആണ്. അതിന് CPM വേണ്ടാത്തതാണ് എല്ലാവരും വരികയാണ്. മനോരമയുടെ സമയം ആർക്ക് അനുകൂല UDF ആണ്. ചെറിയ വ്യത്യാസം അല്ലേ? ചെറിയ വ്യത്യാസം UDF അനുകൂല. ബാക്കി ന്യൂ ജനറേഷൻ ചാനലുകളൊന്നും നോക്കണ്ടേ എല്ലാം കേരളം. പക്ഷെ അത് എന്റെ പ്രശ്നം എന്ന് വെച്ചാൽ അത് ഈ സർവേ വന്നത് UDFന് അടിയാവാൻ സാധ്യതയുണ്ട്. കാരണം UDFന് വലിയൊരു മെജോറിറ്റി പ്രതീക്ഷിച്ചിട്ട് നെക്കാന്ന് ഒരുപാട് ആളുകൾ പിന്നെ കൺഫ്യൂസ്ഡ് ആവും. ഈ ബൈ ഇലക്ഷനും അതേപോലുള്ള പഞ്ചായത്ത് ഇലക്ഷനും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ UDFന് അനുകൂലമായിരുന്നല്ലോ. അപ്പൊ ഈ പെട്ടെന്ന് ഈ ഒരു ഷിഫ്റ്റ് എങ്ങനെയാണ് ഉണ്ടായത്? അത് രണ്ടാമത് ദാസം. കാരണം വെച്ചാൽ മറ്റേത് എല്ലാം കൂടി ഒരു സ്ഥലത്ത് കൊണ്ടുവച്ചിരുന്നു. അപ്പൊ നിങ്ങളെ ചേർത്തല്ല ഈ സകല നേതാക്കന്മാരും അവിടെ വന്നു. നമ്മുടെ ആളുകളൊക്കെ ആരിഫിന്റെ വീടുണ്ടല്ലോ, അവിടെയുള്ള പള്ളിയിലൊക്കെ പോയി നിസ്കരിക്കും. അതുപോലെ ക്രിസ്ത്യാനികളാണ് പുറകെ പോയിട്ട് പിന്നെ പള്ളിയിൽ പോകും. അങ്ങനെ എല്ലാം കൂടി അടുത്ത സംഭവം. പിന്നെ ഒന്നത് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഗവൺമെന്റിനെതിരെയുള്ള ഒരു ഫീല് പൊതുവെ ഉണ്ടാവും. മാത്രമല്ല അത് കാണിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കും. എന്നാൽ അതുപോലെ LDFന്റെ ഗവൺമെന്റ് മാറ്റം വരില്ല എന്നൊരു ഫീൽ ഉണ്ടാവും. അതാണ് ബൈ ഇലക്ഷൻ. ലോക്സഭാ ഇലക്ഷൻ എന്ന് വെച്ചാൽ ഈ മോഡി എന്നുള്ള ഭൂതത്തിന്റെ കയ്യിൽ നിന്ന് പ്രബുദ്ധ കേരളത്തെയും ഇവിടെയുള്ള മൈനോറിറ്റിയെയും രക്ഷപ്പെടുത്താൻ കോൺഗ്രസിനല്ലേ പറ്റുള്ളൂ. നമ്മളെ ആളുകൾ അവിടെ പോയിട്ട് എന്ത് ചെയ്യാൻ? നമ്മളവിടെ ആളുകൾ പോയിട്ട് മൈ കൺട്രി ഈസ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിരിക്കാനല്ലേ പറ്റും. അപ്പൊ അതാണ് അത് കണ്ടു നോക്കണ്ടേ. നിയമസഭയിൽ നോക്കുമ്പോൾ ഇവിടെ ആരാണ് നല്ലത്? ഇവിടെ കാര്യങ്ങൾ ഇടപെടുന്നതാണ് സംഭവം. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ കോൺഗ്രസ്സുകാരെപ്പോഴും വലിയ മാക്രോ പൊളിറ്റിക്സ് ആണ്. മൈക്രോ പൊളിറ്റിക്സുകാർക്ക് പൊതുവെ അറിഞ്ഞില്ല. കഴിഞ്ഞ കോവിഡ് സമയത്ത് എന്റെ വീട്ടിൽ BJPക്കാരും മാസ്ക് കൊണ്ടെത്തുന്നു, CPM മാസ്ക് കൊണ്ടെത്താം, കോൺഗ്രസ്സുകാരോട് പോയി. രാഹുൽ ഗാന്ധി കൊടുത്തുവിട്ട സാധനം നിലമ്പൂർ ഒരു ഗോഡൌണിൽ കിടന്ന് നശിച്ചു, ആളുകൾ പട്ടിണി എടുക്കും. ഇങ്ങനെ പോകുന്നു. അപ്പം അത് ജനങ്ങൾ കുറച്ചൊരു ഈ കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞില്ല, ഞാൻ ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ മനോരമ എന്ന് വെച്ചുള്ള ബാക്കി സർവേകൾ ഞാൻ പരിഗണിക്കുന്നില്ല. ഏഷ്യാനെറ്റ് നടത്തിയിട്ടില്ല, മനോരമ ഇങ്ങനെ നടത്തി. കാരണം അത് എനിക്ക് വേറെ സംശയം ഉണ്ടാക്കാറ്. മനസ്സിലായി? അപ്പൊ അതിൽ മനോരമയുടെ സർവേ UDF ചെറിയൊരു മേൽക്കൈ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് UDF ആണ് വരുന്നെങ്കിൽ അത് ക്ലീൻ സ്വീപ്പായിരിക്കും. തൂത്ത് പാരി. ഇപ്പൊ BJPക്ക് ഒന്നും കിട്ടിയില്ല. UDF ആണ് വരുന്നെങ്കിൽ ക്ലീൻ സ്വീപ്പായിരിക്കും. LDF ആണ് വരുന്നതെങ്കിൽ രാജീവ് ചന്ദ്രശേഖരന്റെ നല്ലതാണ്. കാരണം അവർക്ക് മിനിമം 4 സീറ്റ് കിട്ടും. കാരണം അതിനകത്ത് ഭരണവിരുദ്ധ വികാരം ഡിവൈഡഡ് ആയിരുന്നു. അപ്പം അങ്ങനെയാണ്. ഒരു തൂക്ക് വന്ന സമയം പോകുന്ന എനിക്ക് തോന്നുന്നില്ല. LDF ആണ് വരുന്നതെങ്കിൽ BJPന്റെ സ്ഥിതി മെച്ചപ്പെടും. LDF ആണ് വരുന്നെങ്കിൽ പൊതുവെ ക്ലീൻ സ്വീപ്പിനുള്ള സാധ്യതയാണ് കാണുന്നത്. കാരണം ആളുകൾ ഇപ്പൊ നമ്മളിപ്പോ ലോജിക്കലായ കാര്യത്തിന്റെ ഒക്കെ പോകുന്ന ഒരു പണി കൊടുത്തേക്കാം. അത് ഞാൻ രക്ഷാപ്രവർത്തനം വേണ്ട. ഈ മലയാളിക്ക് അങ്ങനെ സ്വഭാവമുണ്ട്. മലയാളിയുടെ ബേസിക് സ്വഭാവം ഈഴവന്റെ സ്വഭാവം. ഈഴവന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഒരുത്തരം ആകപ്പാണ് നാരായണ ഗുരുവിന് മാത്രമേ പറയുള്ളൂ. ഇതാണ് ബേസിക് മലയാളിയുടെ സ്വഭാവം. അത് വെരി ലോജിക്കൽ. അപ്പൊ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും പോയി പണി കൊടുക്കുന്നത്. ഇത് മലയാളിയുടെ എല്ലാ കമ്മ്യൂണിറ്റിയും ബാധിച്ചിട്ടുണ്ട്. ചിലർ പരസ്യം ഈഴവാണെങ്കിൽ അത് ഓപ്പണായി ഇളപ്പള്ളി ഉണ്ടല്ലോ, ഒരു ഓപ്പണായി കുട്ടി. ഓ ഈ ഒരു സംഭവത്തിന്റെ പുറത്ത് അതൊക്കെ ശരി, എന്നാലും അധികം അഹങ്കരിക്കേണ്ട എന്ന രീതിയിലായിരിക്കും UDFന് വോട്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യും. അങ്ങനെയാണ് മറ്റാരും പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു.